ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അടിച്ച് ഫിറ്റായ ഇളയച്ചനെയും കൊണ്ട് സച്ചിയും കൂട്ടുകാരും കൂടെ വരുന്നുണ്ട്. ആ വരുന്ന വഴിക്കാണ് സുധി വഴി വീണ് കിടക്കുന്നത് കാണുന്നത്. ഇപ്പോൾ ഇവരെല്ലാം ഓടിച്ചെന്ന് സുധിയെ എടുക്കുന്നുണ്ട്. അപ്പോൾ സുധിക്ക് ഒട്ടും വെളിവില്ല. സുധിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കഴിയുമ്പോൾ സുധി പറയും, എന്നെ ആരും പിടിക്കണ്ട, ഞാനിവിടെ കിടന്നോളാം എന്ന് പറഞ്ഞ് ഇളയച്ചനെയും വിളിച്ച് അടുത്ത് രണ്ടുപേരോട് അങ്ങ് കിടക്കുന്നുണ്ട്. എടാ, ഇവനെ നമ്മൾക്ക് ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല, എങ്ങനെയും വീട്ടിലെത്തിക്കണം, വലിച്ചു പൊക്കാൻ പറഞ്ഞ് സച്ചിയും കൂട്ടുകാരോട് കൂടി സുധിയെ വലിച്ചു പൊക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വിധത്തിൽ പിടിച്ചുകൊണ്ട് നടന്നു വരുവാണ്. അതിനിടെ ഇളയച്ചൻ പറയുന്നുണ്ട്, ഞങ്ങളെ ആരും പിടിക്കണ്ട, ഞങ്ങൾ നടന്നോളാം എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴത്തേന് ഇളയച്ചൻ ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ വീണുമൊക്കെ പോകുന്നുണ്ട്. അവിടെ നിന്ന് വലിച്ചു പൊക്കി എല്ലാവരും അവസാനം വീട്ടിലെത്തും. മഹേഷിൻ്റെ തോളിലോട്ട് സുധി ചാരി വീഴുന്നുടനെ ചോദിക്കുന്നുണ്ട്, എടാ മഹേഷൻ, നീ അങ്ങ് വാറാണോടാ, ഭയങ്കരമായിട്ട് വീഴാൻ പോകുന്നല്ലോ നീ എന്നൊക്കെ പറഞ്ഞാണ് പിടിച്ചുകൊണ്ട് നടക്കുന്നത്. വീട്ടിലെത്തുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇളയച്ചനോട്, നിങ്ങൾ പറഞ്ഞോണം നിങ്ങളാ കുടിപ്പിച്ചെന്ന്. അതിനെന്താ, ഞാൻ പറഞ്ഞോളാം, ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം, നിങ്ങൾ ധൈര്യമായിട്ട് വാന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് ചെല്ലുന്നത്. വീട്ടിൽ ചെന്ന് കയറുന്നതേ സുധി അങ്ങ് വീണ് പോവുകയാണ്. ഇളയച്ചനും പക്ഷേ വീഴുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ ഇരുന്ന് കഴിഞ്ഞിട്ട് ഗമയ്ക്ക് തന്നെ അങ്ങ് ഇരിക്കും. ഗ്ലാസ്സൊക്കെ നേരെ വെച്ച് മീശയൊക്കെ പിരിച്ച് കുടിച്ചിട്ടേ ഇല്ലെന്നുള്ള പരുവത്തിലാണ് ഇരിക്കുന്നത്. ഒച്ച കേട്ടുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. നോക്കുമ്പോൾ സുധി വീണ് കിടക്കുന്ന കാണുമ്പോഴത്തേന് ഓടി വരുന്നുണ്ട്. മോനെ എന്നാ പറ്റി എന്ന് പറഞ്ഞ് ഭയങ്കര ബേളമാണ്. അന്നേരം സുധി മിണ്ടുന്നൊന്നുമില്ല. ഇവൻ്റെ ദേഹത്ത് തന്നെ ആ പൊടിയൊക്കെ പറ്റിയിരിക്കുന്ന, ഇവൻ എവിടെയെങ്കിലും വീണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ആരും ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇവരുടെ ഒച്ച കേട്ടുകൊണ്ടാണ് ശ്രുതി ഇറങ്ങി വരുന്നത്. ശ്രുതി നോക്കുമ്പോഴും സുധി വയ്യ അടക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ശ്രുതി അങ്ങ് പേടിച്ചു പോകുന്നുണ്ട്. ഓടി വന്ന് സുധിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാനും നേരെ ഇരുത്താനൊക്കെ നോക്കുന്നുണ്ട്. എന്തു പറ്റി, എന്നാ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴും ആരും ഒന്നും മിണ്ടുന്നില്ല. സച്ചിയോടും ഇളയച്ചനോടും ഒക്കെ ചോദിക്കുന്നുണ്ട് സുധിക്ക് എന്താ പറ്റിയെന്ന്. അപ്പം സുധിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, വേറെ ഒന്നും പറ്റിയിട്ടൊന്നുമല്ല, സുധി ഒന്ന് വീണായിരുന്നു, പിന്നെ കുടിച്ചത് കാരണമെന്ന് പറയും. കുടിച്ചോ? ഇവൻ കുടിക്കത്തില്ലല്ലോ, ഇവനെ ആരാ കുടിപ്പിച്ചത്, എന്തിനാ കുടിപ്പിച്ചതെന്ന് ചോദിച്ച് ചന്ദ്രമതി ഇവരോടെല്ലാം ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ ദേഹത്തെ മണ്ണ് പറ്റിയത് കുടിയും കഴിഞ്ഞിട്ട് തന്നെ ഇങ്ങനെ നടന്നു പോകുന്നപ്പോഴത്തേന് വഴി വീണ് കിടക്കുകയായിരുന്നു പറയും. കുടിയും കഴിഞ്ഞ് വഴി വീണ് കിടക്കുക വരെ ചെയ്തോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ് ചന്ദ്രമതി. അന്നേരമാണ് രേവതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. രേവതി എന്ത് പറ്റിയെന്ന് സച്ചിയോട് വന്ന് ചോദിക്കും. സച്ചി പറയും ഒന്നുമില്ലെന്ന് പറയും. എന്നിട്ട് സച്ചിയെ അടുപ്പിച്ച് നിർത്തിയിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കുടിച്ചോന്ന്. ചെറുതായിട്ട് കുടിച്ചിട്ടുണ്ടെന്ന് പറയും. ഒച്ച കേട്ടുകൊണ്ട് വർഷയും ശ്രീകാന്തും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ അച്ചമ്മയും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവനിങ്ങനെ കുടിക്കുമായിരുന്നോ എന്നൊക്കെ. അപ്പം ചന്ദ്രമതി പറയും, ഇല്ല, എൻ്റെ മോൻ കുടിക്കത്തേ ഇല്ല, ഞാൻ വളർത്തി എൻ്റെ 2 മക്കളും കുടിക്കത്തില്ല എന്നൊക്കെ പറയും. അപ്പോഴത്തേന് അച്ചമ്മ പറയും, സച്ചിയെയാണ് വഴക്ക് പറയുന്നത്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുടിയും കഴിഞ്ഞ് വരരുതെന്ന്, നീ വീണ്ടും കുടിച്ചല്ലേ, എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നീ ഇങ്ങനെ കുടിച്ച് എല്ലാം അലങ്കോലമാക്കിയില്ലടാ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയും. ശ്രുതിയുടെ ഇളയച്ചൻ്റെ മുമ്പിൽ എൻ്റെ മാനം പോയി, ഇവനെ ഇങ്ങനെ കുടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് കരുതും എന്നൊക്കെ ചോദിച്ചാണ് ചന്ദ്രമതി വേളം ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേന് സച്ചി പറയും, അതിന് അദ്ദേഹം കുടിച്ചിട്ടിരിക്കുകയല്ലേന്ന്. അദ്ദേഹം കുടിച്ചോ എന്ന് ചോദിച്ച് ഇവരെല്ലാവരും അവരുടെ ഇളയച്ചനെ നോക്കുന്നുണ്ട്. അപ്പം അയാൾ പറയും, ഞാനിങ്ങനെ ബിസിനസ് മീറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ 2 പെഗൊക്കെ അടിക്കാറുണ്ട്, അതുപോലെ 2 അടിച്ചിട്ടേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേനും ശ്രുതി ചോദിക്കും, നിങ്ങൾ കുടിച്ചോ, നിങ്ങൾ എന്തിനാണ് കുടിച്ചത്, നിങ്ങൾ കുടിച്ചത് പോരാഞ്ഞിട്ട് സുധിയും കൂടെ കുടിപ്പിച്ചത് എന്തിനാന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം വർഷ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി ചേച്ചിയല്ലേ പറഞ്ഞേ നിങ്ങളുടെ ഹസ്ബൻഡ് കുടിക്കത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞെന്ന്. ശ്രുതി കുടിക്കത്തില്ലായിരുന്നു, ഇന്ന് ആദ്യമായിട്ട് ഇങ്ങനെ കുടിച്ചെന്നൊക്കെ ശ്രുതിയും പറയും. അപ്പം ചന്ദ്രമതി എഴുന്നേറ്റ് ചെന്ന് സച്ചിയോട് പറയുന്നുണ്ട്, നിനക്കൊക്കെ കുടിച്ച് കൂത്താടി നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തിനാ എൻ്റെ മോനെ കുടിപ്പിച്ചത്, അവൻ നല്ല കൊച്ചനായിരുന്നല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ രേവതി ദേഷ്യപ്പെടും, അദ്ദേഹം കുടിച്ചെന്ന് പറഞ്ഞ് എന്തിനാ എൻ്റെ ഭർത്താവിനെ വഴക്ക് പറയുന്നതെന്ന് ചോദിക്കും. നീ ഒന്ന് മാറി നിൽക്ക്, ഇവനെല്ലാം കൂടിയ എൻ്റെ മോനെ കുടിപ്പിച്ച് ഈ നിലയിലാക്കിയത്, അവൻ ഇതുവരെ ഒന്നും മിണ്ടുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് ഇവരിങ്ങനെ കീഴേ ഇരിക്കുമ്പോഴത്തേന് സച്ചി രേവതിയെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോയി മോരെടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ആ മോരെടുത്ത് സുധിയെ കൊണ്ട് കുടിപ്പിക്കും. സുധി അത് കുടിച്ച് കഴിയുമ്പോഴത്തേട്ട് പതുക്കെ ബോധം തെളിഞ്ഞൊക്കെ വരും. സുധിയുടെ കൂട്ടുകാരനുടനെ ഇളയച്ചൻ കുടിപ്പിച്ചെന്ന് പറയാനായിട്ട് തുടങ്ങുന്ന ഉടനെ ഇളയച്ചൻ പറയും, ഞാൻ ഇവരോട് പറഞ്ഞതായിരുന്നു
ശ്രുതിക്ക് മദ്യം വേണ്ടെങ്കിൽ കൊടുക്കണ്ടെന്ന്. പക്ഷേ ഇവരെല്ലാവരും നിർബന്ധിച്ച് വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുകയല്ലായിരുന്നോ ചെയ്തെന്നൊക്കെ പറഞ്ഞ് സച്ചിയും കൂട്ടുകാരുമാണ് കുറ്റക്കാരെന്നുള്ള പരുവത്തിലെല്ലാം സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അങ്ങ് എന്തോ പോലായി പോകും. സച്ചിയും കൂട്ടുകാരനും പറയുന്നുണ്ട്, നിങ്ങളെന്താ ഈ പറയുന്നത്, നിങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെ പറയും, ഞാൻ മാക്സിമം പറഞ്ഞതായിരുന്നു കുടിപ്പിക്കരുതെന്ന്. പക്ഷേ ഇവർ കുടിപ്പിച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേന് എല്ലാവരും പിന്നെ നേരെ സച്ചിയുടെയും കൂട്ടുകാരുടെയും നേരെ വഴക്ക് പറയുകയാണ്. സച്ചിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നു വെച്ചാൽ കുറ്റക്കാരനായിട്ട് സച്ചിയെ ബീരാൻ അങ്ങ് പറഞ്ഞൊപ്പിച്ച് കഴിഞ്ഞു. എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഒന്നും പറയാനില്ല എന്നുള്ള പരുവത്തിൽ അകത്തേക്ക് പോകുന്നുണ്ട് സച്ചി. അപ്പോഴത്തേന് അച്ചമ്മയും വന്ന് ഒത്തിരി അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സച്ചിക്കിട്ട്. അച്ചമ്മ എന്നിട്ട് ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാർ നീ ഒറ്റ ഒരുത്തിയ മക്കളെ 3 പേരെയും 3 തട്ടിലാണ് കണ്ടത്. ഇങ്ങനെ ഇവിടെ ഇപ്പം രവീന്ദ്രൻ ഇല്ലാന്ന് നന്നായി അല്ലേ, അവനിപ്പം വിഷമിക്കുകയില്ലായിരുന്നു. ഒന്നാമതേ അവന് വയ്യാഴിയൊക്കെ വന്നു കഴിഞ്ഞിട്ടൊന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നു. ഇപ്പോൾ അവൻ്റെ മനസ്സൂടെ വേദനിക്കില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയും. മോരും വെള്ളം ചെന്ന് കഴിയുമ്പോൾ തൊട്ട് പിന്നെ ശ്രുതിക്ക് ബോധം തെളിയാൻ തുടങ്ങും. ശ്രുതി പിന്നെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആദ്യം കാണുന്നത് ചന്ദ്രമതിയാണ്. അപ്പം ചന്ദ്രമതിയുടെ നേരെ അമ്മയെ, എൻ്റെ പൊന്നമ്മയെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങും. അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്, അമ്മ കഴിഞ്ഞേ ഉള്ളൂ എനിക്കെല്ലാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയും, എന്നാ മിണ്ടായിരിക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അമ്മയ്ക്ക് എന്നെ അല്ലേ അമ്മ ഏറ്റവും ഇഷ്ടം, അമ്മയല്ലേ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് അമ്മയല്ലേ അമ്മയെന്നൊക്കെ ചോദിച്ചാണ് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നത്. പിന്നീട് അച്ചമ്മയെ കാണും. അച്ചമ്മയുടെ അടുത്തോട്ട് പിന്നെ ആടി എഴുന്നേറ്റ് ചെന്നിട്ട് പിന്നെ അച്ചമ്മയുടെ കയ്യെ പിടിച്ച് ഉമ്മ കൊടുക്കുകയും എൻ്റെ അച്ചമ്മ എൻ്റെ പൊന്നാണ്, എൻ്റെ സ്വത്താണെന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ഉള്ള അച്ചമ്മയോടാണ് പിന്നെയുള്ള സ്നേഹപ്രകടനം. ശ്രീകാന്ത് ഉടനെ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ, ഇതെന്ത് പറ്റിയതാ, ഏട്ടൻ അങ്ങനെ കുടിക്കത്തൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉടനെ ആണ് ശ്രീകാന്തിനെ കാണുന്നത്. പിന്നെ ശ്രുതി എഴുന്നേറ്റ് ചെന്ന് ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും. എന്നിട്ട് പറയും, എടാ ശ്രീകാന്തേ, നീ എൻ്റെ അനിയനല്ലായിരുന്നോടാ, എന്നിട്ട് നീ കല്യാണം കഴിക്കാൻ നേരത്ത് നീ എന്നെ വിളിച്ചേ ഇല്ലല്ലോ, ഞാനില്ലാതെ നീ എങ്ങനെയാ കല്യാണം നടത്തിയത്, എന്നെ വിളിക്കണ്ടായിരുന്നോടാ, എന്നെ അറിയിക്കണ്ടായിരുന്നോടാ എന്നൊക്കെ പറഞ്ഞാണ് കരയുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ ശ്രുതിയെ കാണും. ശ്രുതിയെ കണ്ടു കഴിയുമ്പോഴത്തേന് എൻ്റെ ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, ശ്രുതി ഐ ലവ് യു ശ്രുതി, നിന്നെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ നീ ജോലിക്കൊക്കെ പൊക്കോളാം, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകുകയില്ല, എൻ്റെ എല്ലാ തെറ്റുകളും നീ മാപ്പാക്കണം, എനിക്കാരും ജോലി തരാഞ്ഞിട്ടല്ലേ ഞാനിങ്ങനെ ആയിപ്പോയതല്ലാതെ എനിക്ക് ആരോടും ഒരു ദേഷ്യമോ ഒന്നും ഇല്ല ശ്രുതി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ കാല് പിടിക്കുകയാണ്. ശ്രുതിയെ മാക്സിമം ശ്രുതിയെ വലിച്ചു മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇതെന്നാ ഇങ്ങനെയുള്ള വട്ടുതരമൊക്കെ കാണിക്കുന്ന പരുവത്തിൽ. അപ്പം നോക്കിയിട്ടും അച്ഛമ്മ പറയും, ചന്ദ്രമതി നീ ഇവനെ പിടിച്ച് മാറ്റിയത് എന്താ ഈ കാണിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ കാലിൽ നിന്ന് ഇവർ മാക്സിമം ഇവനെ പിടിച്ച് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. അന്നേരമാണ് ശ്രുതി ഇളയച്ചനെ കാണുന്നത്. ഇളയച്ചാന്ന് വിളിക്കുന്ന ഉടനെ അയാൾക്ക് കാര്യം മനസ്സിലാവും, ഇതെല്ലാം വിളിച്ച് പറയുമോയെന്ന്. ഉടനെ അയാൾ എഴുന്നേറ്റിട്ട് പറയും, ശ്രുതി ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു, എന്താ സംഭവിച്ചെന്നുള്ള കാര്യം, അതുകൊണ്ട് നീയായിട്ട് ഇനി ഒന്നും പറയണ്ടെന്ന് പറയും. ഇളയച്ച എന്നാലും എന്ന് പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇവനെ ശ്രുതി നീ അകത്ത് കൊണ്ടുപോയി കിടത്ത്, ഇങ്ങനെ നിർത്തണ്ട, കൊണ്ടുക്കോ എന്ന് പറഞ്ഞ് മാക്സിമം ശ്രുതിയെ അവിടുന്ന് മാറ്റാനാണ് നോക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവന്മാരോട് പറഞ്ഞതാണ് ശ്രുതിക്ക് മദ്യം കൊടുക്കരുതെന്ന്. എന്നിട്ട് ഇവരെല്ലാം കൂടി മദ്യം കൊടുത്തോ കാരണമല്ലേ ശ്രുതി ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് ശ്രുതി നീ എത്രയും പെട്ടെന്ന് ഇവനെ റൂമിൽ കൊണ്ടുപോയി കിടത്തെന്നൊക്കെ പറയും. അപ്പോൾ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും സച്ചിയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു ഷോക്കിലും സങ്കടത്തിലും നിൽക്കുന്ന സച്ചിയുടെ മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.